Hi everyone, welcome back to Haris&Co Academy YouTube channel. I am Rizwan Ramzan Ahmed. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ഓവർ ഹിയർ ടു നോട്ട് മിസ് ഔട്ട് എനി ഓഫ് ദ വീഡിയോസ്. സോ ഈ ഒരു വീഡിയോ ആക്ച്വലി സംസാരിക്കുന്നത് നമ്മൾ യൂട്യൂബ് മാർക്കറ്റിംഗ് സംസാരിക്കുമ്പോൾ നമുക്ക് യൂട്യൂബിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് വേണം, നമുക്കൊരു യൂട്യൂബ് ചാനൽ വേണം. സോ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഒരുപാട് തരത്തിൽ യൂട്യൂബ് ചാനൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഒരു പേരോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരോ വെച്ചിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID ഉണ്ടാക്കാം. ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതല്ല, നിങ്ങൾക്ക് പുതുതായിട്ടൊരു ചാനൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ക്രിയേറ്റർ അക്കൗണ്ട് വേണ്ടിയിട്ടോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ അല്ലാത്തൊരു ഇമെയിൽ ID എന്ത് ചെയ്യാം, ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് വൺസ് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോമിലോ ഗൂഗിൾ സെർച്ച് അതായത് ബ്രൗസറിലോ പോയിട്ട് ടോപ്പ് റൈറ്റിലായിട്ട് നമുക്കവിടെ ഒരു 9 ബട്ടൺ കാണാനായിട്ട് പറ്റും, റൈറ്റ്? സോ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്നുള്ള ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും, യൂട്യൂബിലേക്ക് എത്തും. ഇനി ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് വേറെ തരത്തിലും യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അതായത് ജസ്റ്റ് നിങ്ങൾ ബ്രൗസറിൽ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ സെർച്ച് ലിസ്റ്റ് വരും. അവിടെ എന്ത് ചെയ്യാം, യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് എത്താം. സോ വൺസ് നിങ്ങൾ യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടോപ്പ് റൈറ്റിലായിട്ട് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഇമെയിലിൻ്റെ ചിലപ്പോൾ നിങ്ങളുടെ പേരാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐക്കണോ ആ ഒരു ലെറ്റേഴ്സോ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. സോ ടോപ്പ് റൈറ്റിലായിട്ട് ആ ഒരു ഐക്കൺ റൗണ്ട് ഐക്കൺ എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ ഇല്ലാത്ത ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചാനൽ എന്നൊരു ഓപ്ഷൻ അവിടെ കാണും. സോ നിങ്ങൾ ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിലായിട്ടൊരു പോപ്പപ്പ് വരും. ആ ഒരു പോപ്പപ്പിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു DP എന്ന് പറയുന്ന സാധനം, അതായത് ആ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ നെയിമും ഹാൻഡിൽ ഐഡിയും കൊടുക്കാനായിട്ട് സാധിക്കും. സോ എന്താണ് ചാനൽ നെയിമും ഹാൻഡിലും? സോ ചാനൽ നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ എന്ത് പേരിൽ ആൾക്കാരെ കാണണം എന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. സോ ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേര് കൊടുക്കും. അതല്ല നമ്മളിപ്പോൾ നിങ്ങളുടെ അക്കാദമിയുടെ ചാനൽ കാണുന്ന പോലെ ഹാരിസ്&Co അക്കാദമി എന്നുള്ളതാണ് അവിടെ ചാനലിൽ പേരുണ്ടാവുക. ദാറ്റ് വാസ് ദ നെയിം ഗിവൺ ടു ദ ചാനൽ ബൈ ആ സോഷ്യൽ മീഡിയ മാർക്കറ്റർ. അതിന് താഴെയായിട്ട് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് ഹാൻഡിൽ? ഹാൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, @Haris&Co Academy അല്ലാന്നുണ്ടെങ്കിൽ @so and so സംതിങ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂസർ നെയിം കൊടുക്കും. അതേപോലെ യൂട്യൂബിൽ വരുന്ന സമയത്തേക്കായിട്ട് യൂസർ നെയിം അറിയപ്പെടുന്നത് ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിട്ടുള്ള ഇതുവരെ ആൾക്കാർ ചൂസ് ചെയ്യാത്ത ഹാൻഡിൽസ് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. നിങ്ങളുടെ പേര് അവിടെ കൊടുക്കാം. അത് ഇതുവരെ ആൾക്കാർ ആരും ചൂസ് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഗ്രീൻ സിഗ്നൽ അവിടെ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, യൂട്യൂബ് ചാനൽ അവിടെ ക്രിയേറ്റ് ആവും. നിങ്ങളെ അൾട്ടിമേറ്റ്ലി ആ ചാനലിൻ്റെ പ്രൊഫൈൽ പേജിലേക്ക് അല്ലെങ്കിൽ ഹോം പേജിലേക്കായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, യൂട്യൂബ് നേരെ റീഡയറക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇങ്ങനെ അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മേലെ ടോപ്പ് റൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റ് എ ചാനൽ കാണുന്നതിന് പകരം വ്യൂ യുവർ ചാനൽ നിങ്ങൾ അവിടെ കാണും. വ്യൂ യുവർ ചാനൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ എപ്പോഴോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കതുള്ളതായിട്ട് അറിയില്ല. സോ ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് എ ചാനൽ ഓൺ യൂട്യൂബ്. സോ എങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നതാണ്. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് us know in the comments. ഇല്ലാന്നുണ്ടെങ്കിൽ let us know in the comments so that ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ until we see you next time, just take care, stay tuned and zero preachers.